സ്നേഹമുള്ളവരെ, എല്ലാവർക്കും യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം മത്തായി സുവിശേഷം 6-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ, 22-23 വചനങ്ങളും, ലൂക്കാ സുവിശേഷത്തിൽ ഇതേ ഭാഗം തന്നെ പറയുന്ന 11-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എന്നുള്ള ദൈവവചനത്തിൻ്റെ ബോധ്യത്തെക്കുറിച്ച് അത് നമുക്ക് തരുന്ന അർത്ഥം, അതിനെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം ഈശോയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ലവനായ കർത്താവേ, ദൈവവചനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവവചനത്തിൽ ഞങ്ങൾ ആഴപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിത വിശദീകരണം അതുവഴി നടക്കുകയും അങ്ങ് ഞങ്ങളിൽ വസിക്കുകയും അങ്ങ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഞങ്ങളിലെ പഴയ മനുഷ്യനെ ഇല്ലാതാവുകയും അങ്ങ് ഞങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെപ്പോലെ മഹത്വത്തിലേക്ക് വളരുകയും ചെയ്യും. ഓ കർത്താവേ, അതുകൊണ്ട് അങ്ങ് ഞങ്ങളിൽ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ശരീര അവയവങ്ങളെ വിശുദ്ധീകരിക്കുവാൻ അങ്ങ് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്. ദ ഐ ഈസ് ദ ലാമ്പ് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ദ ഐ ഈസ് ദ ലാമ്പ് ഓഫ് ദ ബോഡി. സോ ഇഫ് യുവർ ഐ ഈസ് ഹെൽത്തി, യുവർ ഹോൾ ബോഡി വിൽ ബി ഫുൾ ഓഫ് ലൈറ്റ്. ബട്ട് ഇഫ് യുവർ ഐ ഈസ് അൺഹെൽത്തി, your whole body will be full of darkness. If then the light in you is darkness, how great is the darkness? അതായത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് ആരോഗ്യമുള്ളതെങ്കിൽ, കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിൽ, അതായത് അൺഹെൽത്തി ആണെങ്കിൽ, ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. അപ്പം നമ്മൾ പ്രകാശമെന്ന് കരുതുന്നത് നമ്മിലെ പ്രകാശം അത് അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും. ഇതാണ് ഈശോ സുവിശേഷത്തിൽ നമ്മോട് പറയുന്നത്. ലൂക്കാ സുവിശേഷത്തിൽ ഇതേ ഭാഗം തന്നെ 11-ാം അധ്യായത്തിൽ 33 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ നമ്മോട് പറയുന്നുണ്ട്: നോ വൺ ആഫ്റ്റർ ലൈറ്റിംഗ് എ ലാമ്പ് പുട്ട്സ് ഇറ്റ് ഇൻ എ സെല്ലാർ ബട്ട് ഓൺ ദ ലാമ്പ് സ്റ്റാൻഡ് സോ ദാറ്റ് ദോസ് ഹൂ എൻ്റർ മേ സീ ദ ലൈറ്റ്. ആരും വിളക്ക് കത്തിച്ച് നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല. അകത്ത് പ്രവേശിക്കുന്നവർ കാണേണ്ടതിനായി പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. ഇനി തുടർന്ന് 34 മുതലുള്ള വചനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. എന്നാലും നമുക്കതിൻ്റെ നമുക്ക് തരുന്ന ആശയം, കർത്താവ് എന്താണ് അതിന് നമുക്ക് ഗ്രഹിക്കാൻ തരുന്നതെന്ന് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ ആ വചനം ശ്രദ്ധയോടെ കേൾക്കണം. അപ്പം വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയുടെ കീഴിലോ വെക്കുകയില്ല. അത് വിളക്ക് കാലിൽ വെക്കണം. ഇംഗ്ലീഷിലത് പുട്ട് ഓൺ ദ ലാമ്പ് സ്റ്റാൻഡ് എന്നാണ്, വിളക്ക് കാലിൽ. ഇനി തൊട്ട് 34-ാമത്തെ വചനം പറയുകയാണ്, ലൂക്കാ 11:34 മുതൽ: യുവർ ഐ ഈസ് ദ ലാമ്പ് ഓഫ് യുവർ ബോഡി. ഇഫ് യുവർ ഐ ഈസ് ഹെൽത്തി, യുവർ ഹോൾ ബോഡി ഈസ് ഫുൾ ഓഫ് ലൈറ്റ്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റം പറ്റുന്നതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. 35 മുതലുള്ള തിരുവചനങ്ങളിലും തന്നെയാണ്: അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കുക. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കുക. ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞാണെങ്കിൽ, അതായത് കണ്ണ് പ്രകാശമാനമാണെങ്കിൽ, ഹെൽത്തി ആണെങ്കിൽ, വിളക്കതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്ന പോലെ നിൻ്റെ ശരീരം, അതായത് നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. ഇതാണ് ലൂക്കാ സുവിശേഷത്തിലെ ആ ഭാഗം. അപ്പം
രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്, മറ്റൊന്ന് അത് വിളക്ക് കാലിൽ ലാമ്പ് സ്റ്റാൻഡിൽ വെക്കണം. അപ്പം നമ്മൾ ഈ വചനഭാഗം കണക്ട് ചെയ്യാൻ വെളിപാടിൻ്റെ വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം അധ്യായം നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. എന്താണ് കർത്താവ് ഈ കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്, അത് വിളക്ക് കാലിൽ വെക്കണം, അതിൻ്റെ സൂചന എന്താണ്? അതാണ് നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യമനുസരിച്ച് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം, കണ്ണുകൊണ്ട് കാണുന്ന നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അൺഹെൽത്തിയാണ്. അതായത് അത് ആരോഗ്യപരമല്ല. നമ്മുടെ കണ്ണുകൾക്ക് ദുഷിപ്പുണ്ടാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ പലപ്പോഴും ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ സാധാരണ ഒരു പ്രകൃതിയിലെ ഒരു കാര്യം, പ്രകൃതി ഭംഗി, അത് ചിലപ്പം മരങ്ങളാകാം, അല്ലെങ്കിൽ മൃഗങ്ങളാകാം, ചില മനോഹര ദൃശ്യങ്ങളൊക്കെ ആകാം. ഇപ്പം സൺസെറ്റ്, സൺറൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ദുഷിപ്പ് വരുന്നില്ല. പക്ഷേ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മുടെ ചുറ്റും, നമ്മുടെ കുടുംബത്തിലാകാം, സമൂഹത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല വ്യക്തികളും, നമ്മൾ പോകുന്ന ഇടങ്ങൾ, അവിടെയൊക്കെ നമ്മൾ കാണുന്ന പല കാഴ്ചകളും കണ്ണിന് ആരോഗ്യം തരുന്ന കാഴ്ചയല്ല. അതുകൊണ്ട് കണ്ണ് അതിൽ തന്നെ ആരോഗ്യമുള്ളതാണെങ്കിലും അത് കാണുന്ന കാഴ്ച ആരോഗ്യപരം അല്ലാത്ത കാഴ്ചകളായതുകൊണ്ട് കണ്ണ് ദുഷിക്കാനുള്ള സാധ്യത, അൺഹെൽത്തി ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം ഈശോ പറഞ്ഞ് കണ്ണ് പ്രകാശമുള്ളതാകണം. അപ്പം കണ്ണ് പ്രകാശമുള്ളതാകണമെങ്കിൽ, അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ പലപ്പോഴും കണ്ണിൽ അന്ധകാരമാണ് വരുന്നത്, കണ്ണ് ഇരുട്ടുള്ളതാകും. അപ്പം കണ്ണ് പ്രകാശമുള്ളതാകണമെന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കണ്ണുകൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാകണം, പാപത്തിൽ നിന്ന് മോചനം നേടണം. അപ്പം നമുക്കറിയാം, പാപങ്ങൾ പലപ്പോഴും ഒത്തിരി കടന്നു വരുന്ന ഒരു മേഖല കാഴ്ചയുടെ മേഖലയാണ്. ചിന്തയിൽ, ഹൃദയത്തിൽ ഒത്തിരി അശുദ്ധിയും അസ്വസ്ഥത, അഹങ്കാരങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൃദയം ഉള്ളിലേക്ക് പാവങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പോലും തുടക്കം, ആ അശുദ്ധിയുടെ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ അതിമോഹം, അതിൻ്റെയൊക്കെ തുടക്കം, അത്യാഗ്രഹം, അതിൻ്റെയൊക്കെ തുടക്കം മിക്കവാറും ഈ കണ്ണിലൂടെ വരുന്ന കാഴ്ചയിൽ നിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈശോ പറഞ്ഞത് കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അപ്പോൾ കണ്ണ് ജ്വലിച്ച് നിന്നാൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അപ്പോൾ ഹൃദയത്തിലെ അശുദ്ധി പോലും, അല്ലെങ്കിൽ ഹൃദയത്തിലെ അഹങ്കാരം, സ്വാർത്ഥത, അത്യാഗ്രഹം, മറ്റ് അനവധി തിന്മകൾ, ഇപ്പം ഗലാത്തി 5:19 പറയുന്ന ഒരുപാട് തിന്മകൾ, റോമലേഖനം 1-ാം അധ്യായത്തിൽ ഒരുപാട് തിന്മകൾ പറയുന്നുണ്ട്. എൻ്റെ അവസാന ഭാഗത്ത്, റോമലേഖനം 1-ാം അധ്യായ അവസാന ഭാഗം, ആ തിന്മകളെല്ലാം വരുന്നതിൻ്റെ ഒരു ഉറവിടം, അതിൽ ഒരു എൻട്രി പോയിൻ്റ്, ശരീരത്തിൻ്റെ അതിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റ് കണ്ണാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു കണ്ണ് പ്രകാശമാനമായിരുന്നാൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 8:12, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഹൂ എവർ ഫോളോസ് മീ വിൽ നെവർ വാക്ക് ഇൻ ഡാർക്ക്നെസ് ബട്ട് വിൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. വിൽ നെവർ വാക്ക് ഇൻ ഡാർക്ക്നെസ് ബട്ട് വിൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഇപ്പോൾ യോഹന്നാൻ 8:12 ഈശോയെ അനുഗമിച്ചാൽ നമ്മൾ അന്ധകാരത്തിൽ നടക്കില്ല. അപ്പം കണ്ണിന് പ്രകാശം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ലോകത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ നോക്കാതെ ഈശോയെ അനുഗമിക്കണം. അപ്പോൾ ഈശോയെ അനുഗമിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണും. ഈശോയെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയും സമൂഹത്തിൽ
അവൻ്റെ ചുറ്റുപാടിൽ ഒക്കെ ജീവിക്കുന്നതുകൊണ്ട് ഈ കണ്ടുമുട്ടുന്ന ഇടങ്ങളിലെല്ലാം അന്ധകാരത്തിൻ്റെ ദുഷിപ്പുകൾ അവൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും, കാണാതിരിക്കുകയില്ല. പക്ഷേ ഈശോയെ അനുഗമിക്കുന്നത് കൊണ്ട് അവൻ്റെ ഉൾക്കണ്ണ്, യഥാർത്ഥ കണ്ണ് തുറക്കും. അവൻ ഈശോയെ അനുഗമിക്കുന്നതുകൊണ്ട് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടും, മോചനം നേടും. അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ദുഷിപ്പുകൾക്കിടയിൽ ജീവിക്കുമ്പോഴും ആ ദുഷിപ്പുകൾ കാണുമ്പോഴും അവൻ്റെ കണ്ണ് ഇരുണ്ടതായി പോകുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരണം. അതിൻ്റെ ഒരു പശ്ചാത്തലം, തുടക്കം അന്ധനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗം. ജന്മനാ അന്ധനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നു. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ, ഇവന് അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം നിമിത്തമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമാണോ? അപ്പോൾ ഈശോ പറഞ്ഞു, അതൊന്നുമല്ല, അതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ ദൈവം അനുവദിച്ചാൽ പിന്നീട് നമ്മൾ ചിന്തിക്കും. നമ്മൾ ആ ഭാഗം ഇപ്പോൾ തൽക്കാലം വിട്ടുകളയാണ്. പിന്നീട് അത് ഇങ്ങോട്ട് വരുമ്പം ഈശോ ആ മനുഷ്യനെ സുഖപ്പെടുന്നത്, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ 9:5 അത് ആ വചനമാണ്. എന്നിട്ട് ഒരു തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കിയ അന്ധൻ്റെ കണ്ണുകളിൽ പുരട്ടി അവനോട് സിലോആ കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞപ്പോൾ അവനതനുസരിച്ചു കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. പിന്നീടുള്ള ഭാഗങ്ങൾ, അധ്യായത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കാണുന്ന ഈ ഫരിസേയർ ഇവൻ്റെ ഈ ഹീലിങ്ങിനെ, സൗഖ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവനെ നേരിട്ട് വിശദീകരിച്ചുകൊണ്ട് ഇരിക്കുക, അവനെന്ത് സംഭവിച്ചു, ആരാ സുഖപ്പെടുത്തിയത്. ആ ഭാഗങ്ങളെല്ലാം കണ്ടിട്ട് അവസാനം ആ അന്ധനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുകയാണ്. അന്ധൻ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പം ഈശോ അതിന് ശേഷം ഈ അന്ധനെ പിന്നീട് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നുണ്ട്, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ചോദിക്കുകയാണ്, അവൻ ആരാണ്? അപ്പോൾ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അപ്പോൾ അവൻ ഏറ്റു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് അവൻ ആരാധിച്ചു. അത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളിൽ ആ ഭാഗം നമുക്ക് കാണാം. ഇനി 40-ാമത്തെ തിരുവചനം നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കണം. അപ്പോൾ കണ്ണുകളിലെ അന്ധതയാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. 40-ാമത്തെ തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്, ഈ ഭാഗമാണ്. അതായത് ഫരിസേയർ ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ അന്ധരല്ലല്ലോ. 9-ാം അധ്യായം 41-ാമത്തെ തിരുവചനം, 40-ാമത്തെ തിരുവചനം ചോദിക്കുന്നത്, ഞങ്ങളും അന്ധരാണോ എന്നാണ് ചോദിക്കുന്നത്. ഈശോ പറയുകയാണ്, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. Jesus said to Pharisees, if you were blind, you would not have sin. But now you say, we see, ഞങ്ങൾ കാണുന്നു. So your sin remains. അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. 40-ാമത്തെ തിരുവചനത്തിൽ, അതിന് തൊട്ട് മുമ്പിലത്തെ തിരുവചനത്തിൽ, ജോൺ 9:40 ഈശോ പറയുകയാണ്, I come to this world for judgment, so that those who do not see may see, and those who do see may become blind. കാഴ്ച ഉള്ളവർ അന്ധരായിത്തീരുകയും കാഴ്ചയില്ലാത്തവർ കാണുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പം കാഴ്ചയില്ലാത്തവർ കാണുവാൻ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നവന് കാഴ്ചയില്ല. അപ്പോൾ ഈശോ ശരിക്കും ഒരു അന്ധനായവനെ, അന്ധരായി ജനിച്ചവനോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ അന്ധരായവരെ സുഖപ്പെടുത്താൻ എന്നുള്ള അർത്ഥം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഈശോ കുറേ അന്ധരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്.
പക്ഷേ യഥാർത്ഥ അർത്ഥം പാപത്തിനടിപ്പെട്ടവൻ അവൻ്റെ കാഴ്ച മറഞ്ഞുപോയി. പാപത്തിനടിപ്പെട്ടവൻ്റെ കാഴ്ച മറഞ്ഞുപോയി. അങ്ങനെയുള്ളവർ കാഴ്ച പ്രാപിക്കേണ്ടെന്ന് എന്ന് വെച്ചാൽ നമുക്ക് പാപമോചനം നൽകാൻ, പാപത്തിൽ നിന്ന് മോചനം നേടുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച തെളിയും, ഉൾക്കണ്ണ് തുറക്കും. അങ്ങനെ തുറക്കുമ്പോൾ ലോകത്തിലുള്ള ദുഷിപ്പുകളൊന്നും നമ്മുടെ കാഴ്ചയെ ബാധിക്കില്ല. ഈശോ സ്വതന്ത്രമാക്കണം. അതാ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ ഈശോ അത് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് തരേണ്ടത് ഈശോയാണ്. ഈശോ നമ്മിലെ അന്ധത നീക്കിക്കഴിഞ്ഞാൽ, അതായത് പാപത്തിൻ്റെ അന്ധത മാറ്റി നമ്മെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ ശരിക്കും കാഴ്ചയുള്ളവരായിട്ട് മാറും. അപ്പം ആ വചനം കാഴ്ചയുള്ളവർ കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന്. അതായത് കാഴ്ച ഉണ്ടെന്ന് പറയുന്നവർ അവർ കാണുന്നത് എന്നാണ്? അവർ കാണുന്നത് അന്ധകാരത്തിൻ്റെ കാഴ്ചകളാണ്, ലോകത്തിൻ്റെ കാഴ്ചകൾ, അശുദ്ധിയുടെ കാഴ്ചകൾ, അത്യാഗ്രഹത്തിൻ്റെ കാഴ്ചകൾ, ആസക്തികളുടെ കാഴ്ചകൾ. അപ്പോൾ എല്ലാത്തരം തിന്മകളുടെയും കാഴ്ചകളാണ് എനിക്ക് കാഴ്ചയുണ്ട് എന്ന് പറയുന്നവൻ കാണുന്നത്. കാഴ്ചയില്ലാത്തവൻ, അവനെ ഈശോ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുമ്പോൾ, അവൻ ഈശോയെ അനുഗമിക്കുമ്പോൾ, വചനം പാലിക്കുമ്പോൾ അവന് യഥാർത്ഥ കാഴ്ച തെളിയും. അതാ ഈശോ ആ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 39-ഉം 40-ഉം വചനങ്ങളിൽ 41 വചനങ്ങളിലായിട്ട് വ്യക്തമാക്കുന്നത്. ഇനി അപ്പോൾ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. കണ്ണ് പ്രകാശിച്ചിരുന്നാൽ, ഈശോയെ അനുഗമിച്ച് പ്രകാശത്തിലായാൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. പാപത്തിൻ്റെ ചങ്ങലയിൽ നമ്മൾ വിടുതൽ നേടും. കാരണം കണ്ണിലൂടെയാണ് ഈ പാപത്തിൻ്റെ വാസനകൾ, പാപത്തിൻ്റെ കാഴ്ചകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഇനി നമ്മളതിൻ്റെ 2-ാമത്തെ ഭാഗം, അതാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗം. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, എന്നാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ലൂക്കാ സുവിശേഷത്തിലാണ്, ആ ഭാഗത്തിലാണ് അതിൻ്റെ കൃത്യമായ ഭാഗം കിടക്കുന്നത്. അതായത് ലൂക്ക 11:33 പോലുള്ള വചനങ്ങളിൽ അതിങ്ങനെ തുടങ്ങുന്ന, ആരും വിളക്ക് കൊളുത്തി നിലവറയുടെ കീഴിലോ പറയുടെ കീഴിലോ വെക്കാറില്ല, ബട്ട് ഓൺ ദ ലാമ്പ് സ്റ്റാൻഡ്, വിളക്കുകാലിൽ വെക്കും. അങ്ങനെ വെക്കുമ്പം അവിടെ പ്രവേശിക്കുന്നവർക്കെല്ലാം വെളിച്ചം കിട്ടും. എന്നിട്ട് തൊട്ട് താഴെ പറയുകയാണ്, യുവർ ഐ ഈസ് ദ ലാമ്പ് ഓഫ് ദ ബോഡി. അപ്പോൾ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്ന് ഈ ലൂക്ക 11:33 വചനത്തിൻ്റെ തൊട്ട് താഴെയാണ് പറയുന്നത്. അപ്പം വിളക്കുകാലിൽ വെക്കണം എന്നാണ് 33-ാമത്തെ വചനം പറയുന്നത്. കണ്ണാണ് ആ വിളക്കെന്ന് തൊട്ടടുത്ത വചനം പറയുന്നു. അപ്പം കണ്ണ് എവിടെ വെക്കണം? കണ്ണ് വിളക്കുകാലിൽ വെക്കണം, ലാമ്പ് സ്റ്റാൻഡിൽ വെക്കണം. അതായത് ഒരുവൻ്റെ കണ്ണ്, പ്രകാശമാനമായ കണ്ണ് ലാമ്പ് സ്റ്റാൻഡിൽ, വിളക്കുകാലിൽ വെക്കണം. അങ്ങനെ വിളക്കുകാലിൽ വെക്കുമ്പോൾ അവിടെ പ്രവേശിക്കുന്നവർക്ക് മുഴുവൻ വെളിച്ചം കിട്ടും. ഇനി എന്താണ് ഈ വിളക്കുകാല്? നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ധ്യാനിക്കുന്നത് കേട്ടോ. എന്താണ് ഈ വിളക്കുകാല്? അത് മനസ്സിലാക്കാൻ നമ്മൾ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ 1-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ യോഹന്നാൻ്റെ വെളിപാടിൽ, യോഹന്നാൻ കണ്ട വെളിപാടാണ് യോഹന്നാൻ പറയുന്നത്. ആദ്യം കാണുന്നത് പാത്മോസിലായിരിക്കുമ്പോൾ ആത്മാവിൽ ലയിച്ചിരിക്കെ വലിയൊരു സ്വരം പുറകിൽ നിന്ന് കേട്ടു. അപ്പം 7 സ്ഥലങ്ങളിലെ സഭയ്ക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ സ്വരം കേൾക്കുന്നത്, ഗ്രന്ഥത്തിൽ എഴുതി അയച്ചു കൊടുക്കാൻ. അപ്പോൾ സ്വരം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാന് കാണുന്ന കാഴ്ച, അതാണ് വെളിപാട് 1:12 മുതലുള്ള വചനങ്ങൾ. സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠം നമ്മൾ മുമ്പേ ലൂക്കാ സുവിശേഷത്തിൽ കണ്ടത് ഈ ദീപപീഠമാണ് കേട്ടോ.
ലാമ്പ് സ്റ്റാൻഡ്, വിളക്കുകാല്. ദീപപീഠങ്ങളുടെ മധ്യേ, അതായത് വിളക്കുകാലുകളുടെ മധ്യേ, മനുഷ്യപുത്രനെ പോലെ ഒരുവൻ. അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ. പിന്നെ തുടർന്ന് കുറച്ച് വിശേഷണങ്ങൾ കൂടെ നമ്മൾ 15 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 16-ാം അധ്യായം 16-ാം വാക്യം എത്തുമ്പം അവൻ്റെ വലത് കൈയിൽ 7 സ്റ്റാർസ്, 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാള്, വദനം, മുഖം പൂർണ്ണ സൂര്യനെ പോലെ. അപ്പോൾ ഇവിടെ 7 ദീപപീഠങ്ങളെ കാണുക. 7 ദീപപീഠങ്ങളുമുണ്ട്. അതിൻ്റെ നടുക്ക് മനുഷ്യപുത്രൻ ഈശോയാണ്, നമുക്കറിയാം. ഈശോയെ പറ്റിയുള്ള വിശേഷണമാണ് സൂര്യനെ പോലെ പ്രകാശിച്ച് നിൽക്കുന്നു. അവൻ്റെ വലത് കയ്യിൽ 7 നക്ഷത്രങ്ങൾ. അപ്പോൾ യോഹന്നാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്നാണ്. അപ്പം ഈ മനുഷ്യപുത്രൻ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്നിട്ട് ഈ ദീപപീഠങ്ങളുടെയും നക്ഷത്രങ്ങളുടെ അർത്ഥം വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ വലത് കൈയിൽ നീ കാണുന്ന 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണ ദീപപീഠങ്ങൾ. സ്വർണ്ണ ദീപപീഠങ്ങൾ എന്ന് പറയുമ്പം സ്വർണ്ണ വിളക്കുകാൽ, ലാമ്പ് സ്റ്റാൻഡ്, അത് തന്നെയാണ് കേട്ടോ. ദീപപീഠം ലാമ്പ് സ്റ്റാൻഡാണ്, വിളക്കുകാൽ. നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ കണ്ട, ഈ പറഞ്ഞ 11-ാം അധ്യായത്തിൽ കണ്ട 33-36 ഇടയ്ക്കുള്ള വചനങ്ങൾ കണ്ട ലാമ്പ് സ്റ്റാൻഡാണ് ഈ ദീപപീഠം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ദീപപീഠങ്ങൾ 7 സഭകളുടെ പ്രാതിനിധ്യം വഹിക്കുന്നു. ലാമ്പ് സ്റ്റാൻഡ് അല്ലെങ്കിൽ വിളക്കുകാല്, 7 വിളക്കുകാലുകൾ 7 സഭകളുടെ പ്രാതിനിധ്യം വഹിക്കുന്നു. മനുഷ്യപുത്രൻ്റെ കയ്യിലുള്ള 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ഏഞ്ചൽസ്, ദൂതന്മാരുടെ പ്രാതിനിധ്യം. ഇംഗ്ലീഷ് ബൈബിളിൽ അത് 7 സഭകളുടെ ദൂതന്മാരാണ് 7 സ്റ്റാർ. 7 ദീപപീഠങ്ങളല്ല, 7 വിളക്കുകാലെന്ന് പറയുന്നത് 7 സഭകളുമാണെന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായത്. 7 ലാമ്പ് സ്റ്റാൻഡ്സ് ആർ 7 ചർച്ചസ്, 7 സ്റ്റാർസ് ആർ 7 ഏഞ്ചൽസ് ഗാർഡിങ് ദീസ് 7 ചർച്ചസ്. അപ്പോൾ ആദ്യം കണ്ട ദർശനത്തിൽ 7 വിളക്കുകാലുകളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവൻ്റെ കയ്യിൽ 7 സ്റ്റാറും. അപ്പോൾ എങ്ങനെ നമ്മൾ ആ വചനത്തെ കാണാം? ഈശോ നമുക്ക് ഗ്രഹിപ്പിച്ച് തരികയാണ്. 7 വിളക്കുകാലുകളുടെ നടുവിൽ മനുഷ്യപുത്രൻ എന്ന് വെച്ചാൽ 7 വിളക്കുകാലുകൾ ഈശോ തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അത് റെവലേഷൻ 1:20 എന്താണ് വിളക്കുകാല്, എന്താണ് ഈ നക്ഷത്രങ്ങൾ? അപ്പം ആ വിളക്കുകാല് സഭയാണെന്ന് അവിടെ വ്യക്തമായിട്ട് 7 സഭകളാണ് ഈ 7 വിളക്കുകാലുകൾ, സഭയാണെന്ന് പഠിപ്പിക്കുകയാണ്. 7 സ്റ്റാർ 7 ദൂതന്മാരുമാണ്, മലഹമാരാണ്. അപ്പോൾ ഈ 7 വിളക്കുകാലുകളുടെ നടുവിലാണ് മനുഷ്യപുത്രൻ നിൽക്കുന്നത്. അതായത് 7 സഭകളുടെ നടുവിൽ സഭയുടെ ശിരസ്സായ യേശുക്രിസ്തു നിൽക്കുന്നു. 7 സഭകളുടെ പൂർണ്ണതയെ സൂചിപ്പിക്കാനാണ് 7 സഭകൾ, സഭയുടെ മൊത്തം പൂർണ്ണത 7 സഭകൾ. അപ്പോൾ സഭയുടെ പൂർണ്ണതയിൽ ക്രിസ്തു ശിരസ്സായ സഭ, അത് നമ്മൾ കാണുന്നത് എഫെസസ് 1:22-23 വചനങ്ങളാണ്. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾ കീഴിലാക്കി എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്, അവൻ്റെ എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. അപ്പോൾ സഭയ്ക്ക് ശിരസ്സായിട്ട് ക്രിസ്തുവിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തു 7 വിളക്കുകാലുകളുടെ, അതായത് 7 സഭയുടെ മധ്യേ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ശിരസ്സായ ക്രിസ്തുവിന് ചുറ്റും 7 സഭകൾ, അതായത് സഭയുടെ പൂർണ്ണത. അതാണ് എഫെസസ് 1:23 സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. അവൻ്റെ പൂർണ്ണത എന്ന് പറയുന്ന സഭ.
അപ്പോൾ ആ 7 സഭകളുടെ മധ്യേ, പൂർണ്ണതയ്ക്ക് മധ്യേ ശിരസ്സായിട്ട് ക്രിസ്തു നിൽക്കുന്നതാണ് യോഹന്നാൻ വെളിപാടിൽ വ്യക്തമായിട്ട് ദർശിക്കുന്നത്. ഇനി നമ്മൾ ഈ ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 33-36 വചനങ്ങൾ വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധിപ്പിച്ച്, ഈ റെവലേഷൻ്റെ ഈ ഭാഗമായിട്ട് ബന്ധിപ്പിച്ച് വായിക്കുമ്പോൾ ആരും വിളക്ക് കൊളുത്തി പറയുടെയോ നിലവറയുടെ കീഴിൽ വെക്കാറില്ല. വിളക്കുകാൽ ഇപ്പം നമ്മൾ കണ്ടു, വിളക്കുകാൽ സഭയാണ്. അപ്പം തൊട്ട് താഴെ ലൂക്കാ 11:33-34 വചനം കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അപ്പം കണ്ണ് പ്രകാശിക്കണം. അപ്പം നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കുമ്പോൾ ഈശോ പഠിപ്പിച്ചത് നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിച്ച്, അതായത് നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിൽ വളരുമ്പോൾ, ക്രിസ്തുവിനെ അനുഗമിച്ച് പാപത്തിൽ നിന്ന് മോചനം നേടി നമ്മുടെ ശരീരം പ്രകാശമാനമായി മാറുമ്പോൾ നമ്മൾ അത് വിളക്കുകാലിൽ വെക്കണം. വിളക്കുകാൽ എന്താണ്? വിളക്കുകാലാണ് സഭ. അതാണ് റെവലേഷനിൽ പറയുന്നത് 1-ാം അധ്യായത്തിൽ. അപ്പം വിളക്കുകാലിൽ വെക്കണം. നമ്മുടെ മുഴുവൻ പ്രകാശമാനമായി, ശരീരം മുഴുവൻ പ്രകാശമാനമായിക്കൊണ്ട്, എങ്ങനെ? ക്രിസ്തുവിനെ അനുഗമിച്ച്, ക്രിസ്തുവിൻ്റെ വചനം പാലിച്ച് നമ്മൾ സഭയിൽ പ്രകാശമാനമായിട്ട് നിൽക്കണം. അപ്പോൾ ഒരുവൻ പ്രകാശിച്ചാൽ, വിശ്വാസം സ്വീകരിച്ച് പ്രകാശത്തിലേക്ക് കടന്നു വന്നാൽ, അവൻ പ്രകാശിച്ച് എവിടെ നിൽക്കണം? സഭയിൽ നിൽക്കണം, വിളക്കുകാലിൽ നിൽക്കണം. വിളക്കുകാലിൽ നിൽക്കുമ്പോൾ ഈ വിളക്കുകാലിൻ്റെ മധ്യേ, 7 വിളക്കുകാലിൻ്റെ മധ്യേ ആരാണ് നിൽക്കുന്നത്? അതാണല്ലോ നമ്മളെ പാട്ട് പാടുന്ന 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞ്. ഈ വെളിപാടിൻ്റെ 1-ാം അധ്യായത്തിലെ കോട്ടിങ് എടുത്താണ് ആ പാട്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ വിളക്കുകാലിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശാഖയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടെ നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. പിന്നീട് 1-ാം വചനം മുതലാണത്. 15-ാം അധ്യായത്തിൻ്റെ 4-ാം വചനത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവാൻ ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പം കണ്ണ് ഈശോയിൽ വസിച്ചുകൊണ്ട് പ്രകാശിക്കുമ്പോൾ ശരീരം മുഴുവൻ പ്രകാശിക്കും. അപ്പോൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നവൻ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 15-ാമത്തെ 6-ാം വാക്യം, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. ഹി റിമൂവ്സ് എവരി ബ്രാഞ്ച് ഇൻ മീ ദാറ്റ് ബെയേഴ്സ് നോ ഫ്രൂട്ട്. 15:6 പറയുകയാണ്, യോഹന്നാൻ 15:6, ഹൂ എവർ ഡസ് നോട്ട് അബൈഡ് ഇൻ മീ ഈസ് ത്രോൺ അവേ ലൈക്ക് എ ബ്രാഞ്ച് ആൻഡ് വിതേഴ്സ്. സച്ച് ബ്രാഞ്ചസ് ആർ ഗ്യാതേർഡ് ആൻഡ് ത്രോൺ ഇൻ ടു ഫയർ. അതായത് എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടും, അത് ഉണങ്ങിപ്പോകും. അങ്ങനെയുള്ളവയെ കൂട്ടിയിട്ട് തീയിലിട്ട് കത്തിച്ച് കളയും. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അതിൻ്റെ ശിരസ് ക്രിസ്തുവാണ്. ആ സഭയിൽ നിന്ന് പ്രകാശിക്കണം, പ്രകാശമായിട്ട് നിൽക്കണം. അങ്ങനെ വിളക്കുകാലാകുന്ന സഭ, ആ വിളക്കുകാലിൽ നമ്മൾ നിൽക്കണം. വിളക്കുകാലിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സഭയോട് ചേർന്ന്, നമ്മൾ സഭയെന്ന് പറയുമ്പം ഒരു സഭയുടെ ചട്ടക്കൂട് എന്നുള്ള രീതിയിലല്ല കാണേണ്ടത്. നമ്മൾ ദൈവവചനത്തിൽ ആഴപ്പെട്ട്, പ്രാർത്ഥനയിൽ ആഴപ്പെട്ട്, കൂദാശകളിൽ ആഴപ്പെട്ട്, പ്രത്യേകിച്ചും കുമ്പസാരം, വിശുദ്ധ ബലി, അതിലാഴപ്പെട്ട് യേശുവിൻ്റെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്ന നിത്യവരുണ്ട്. അനുദിനം ദിവ്യബലിയിലൂടെ നമുക്കിത് കിട്ടുകയാണ്. അപ്പം വിശ്വാസത്തിലൂടെ വളർന്ന്
മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം ഇതെല്ലാം ചെയ്തുകൊണ്ട് സഭയുടെ ഭാഗമായിട്ട് യേശുവിൻ്റെ അതായത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് യേശു മധ്യത്തിൽ നിൽക്കുന്ന ശിരസായി നിൽക്കുന്ന ചുറ്റുമുള്ള 7 വിളക്കുകാലുകൾ, അത് സഭയുടെ പൂർണ്ണതയാണ്. ആ വിളക്കുകാലിലായിരിക്കണം നമ്മുടെ സ്ഥാനം. നമ്മളായിരിക്കുന്ന സഭയിൽ നമ്മൾ വിളക്കായിട്ട് പ്രശോഭിക്കണം. അങ്ങനെ പ്രശോഭിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നിലവറയിലോ പറയുടെ കീഴിലോ വെച്ച പോലെയാകും. അപ്പോൾ എന്തുവരും? വിളക്ക് കെട്ടുപോകും. വിളക്ക് കെട്ടുപോയാൽ, അതായത് ശരീരം ദുഷിച്ചതായിപ്പോയാൽ, കണ്ണ് പ്രകാശമാനമാണെങ്കിലും ശരീരം പ്രകാശിക്കുകയുള്ളൂ. വിളക്ക് കെടുക എന്ന് പറഞ്ഞാൽ നമ്മിൽ അന്ധകാരമാകുക, അതായത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ യോഹന്നാൻ 15:6 പറഞ്ഞ പോലെ ഈശോയിൽ വസിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? മുറിച്ച് ദൂരെ എറിയപ്പെടും. അത് ഉണങ്ങിപ്പോകും. അങ്ങനെയുള്ള കമ്പുകളൊക്കെ കത്തിച്ച് കളയും. അപ്പോൾ ഈശോ പഠിപ്പിക്കുന്ന ഇതാണ്, നമ്മൾ ജ്വലിച്ച് നിൽക്കണം. എങ്ങനെ? ഈശോയിൽ വസിച്ചുകൊണ്ട്, ഈശോയിൽ നിന്ന് ആവശ്യമായത് സ്വീകരിച്ചുകൊണ്ട്. അപ്പോൾ ഈശോയാണ് തായ്തടി. ആ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഈശോയിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഈശോയെ അനുഗമിച്ച് വിളക്കുകാലിൽ സഭയിൽ നിന്ന് ഈശോ ശിരസായ സഭയിൽ വിളക്കുകാൽ ഈശോയുടെ ചുറ്റുമാണ് നിൽക്കുന്നത്. 7 വിളക്കുകാലുകൾ ഈശോയുടെ ചുറ്റുമാണ്. റെവലേഷനിൽ അങ്ങനെ, വെളിപാടിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറും. അതുകൊണ്ടാണ് ഈശോ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കാൻ സാധ്യമല്ലെന്നൊക്കെ പറഞ്ഞ് സുവിശേഷത്തിൽ പറയുന്നത്. നമ്മൾ വിളക്കുകാലിലായിരിക്കുന്നത്. സഭയിലിരിക്കുമ്പോൾ സകലതും നമ്മുടെ പാദങ്ങൾക്കടിയിലാണ്. മറ്റെല്ലാം ലോകത്തിൻ്റെ മോഹങ്ങളും തിന്മകളും എല്ലാം നമ്മുടെ എഫേസ്യസ് 1-ാം അധ്യായത്തിൽ അതാ പറയുന്നത്. എല്ലാം അവൻ്റെ പാദത്തിനടിയിൽ. നമ്മൾ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾക്കും അടിയിലാണ്. ഈശോയുടെ പാദങ്ങൾക്കടിയിലെന്ന് പറയുമ്പം നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മറ്റ് ലോകത്തിൻ്റെ അന്ധതകളെല്ലാം, അസ്വസ്ഥതകളെല്ലാം നമ്മുടെ പാദത്തിൻ്റെ അടിയിലാക്കിയവൻ. അതുകൊണ്ടാണ് റോമ 16 ഈശോ പറയുമല്ലോ, പരിശുദ്ധാത്മാവിനോടും സാത്താനെ ഉടനെ നിങ്ങളുടെ പാദങ്ങളുടെ കീഴിലാക്കി ചവിട്ടി ഞെരുക്കും, മെതിച്ച് കളയും. വെളിപാട് 2-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണും, എഫേസസിലെ സഭയ്ക്ക് എഴുതുക എന്നുള്ള ഹെഡിങ്ങിൽ വരുന്ന ഭാഗമാണ്. 7 സഭകളിൽ ഫസ്റ്റ് എഫേസസിലെ സഭയ്ക്ക്. ഐ നോ യുവർ വർക്ക്സ്, യുവർ ടോയിൽ ആൻഡ് യുവർ പേഷ്യൻ്റ് എൻഡ്യൂറൻസ്. 2-ാം വചനമാണ്, ഞാൻ നിൻ്റെ കഷ്ടപ്പാടും നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ ദീർഘക്ഷമയൊക്കെ ഞാൻ അറിയുന്നു. 4-ാം വചനത്തിൽ വരുമ്പം, ബട്ട് ഐ ഹാവ് ദിസ് എഗെയിൻസ്റ്റ് യു, ദാറ്റ് യു ഹാവ് അബാൻഡൻഡ് ദ ലവ് യു ഹാഡ് അറ്റ് ഫസ്റ്റ്. ഒരു കാര്യം നിനക്കെതിരെ പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ ഉപേക്ഷിച്ചു. 5-ാമത്തെ തിരുവചനം, റിമെമ്പർ ദെൻ ഫ്രം വാട്ട് യു ഹാവ് ഫോളൻ, റിപ്പൻറ്റ് ആൻഡ് ഡു ദ വർക്ക്സ് യു ഡിഡ് അറ്റ് ഫസ്റ്റ്. ഇഫ് നോട്ട്, ഐ വിൽ കം ടു യു ആൻഡ് റിമൂവ് യുവർ ലാംപ് സ്റ്റാൻഡ് ഫ്രം ഇറ്റ്സ് പ്ലേസ് അൺലെസ് യു റിപ്പൻറ്റ്. 5-ാമത്തെ തിരുവചനമാണത്. വെളിപാട് 2:5, നീ ഏതവസ്ഥയിൽ നിന്നാണ് വീണതെന്ന് അതപ്പതി ചെന്ന് ഓർക്കുക, എന്നിട്ട് അനുതപിച്ച് ആദ്യത്തെ സ്നേഹത്തിലേക്ക് തന്നെ തിരികെ വരിക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് നിൻ്റെ ലാംപ് സ്റ്റാൻഡ് അതിൻ്റെ സ്ഥാനത്ത് നീക്കിക്കളയും. അതായത് യേശുവിൻ്റെ ശരീരത്തിൽ നീ ഇരിക്കുന്ന ഭാഗം, ലാംപ് സ്റ്റാൻഡ് സഭയാണല്ലോ നമ്മൾ കണ്ടത്. അപ്പം 7 സഭകൾ, ലാംപ് സ്റ്റാൻഡ് 7 ദീപപീഠങ്ങൾ. അപ്പോൾ ലാംപ് സ്റ്റാൻഡ് വിളക്കുകാൽ, നീ യേശുവിൻ്റെ ശരീരത്തിൽ വിളക്കുകാലായിട്ട്, സഭയുടെ ശരീരമായിട്ട്, സഭ നമ്മൾ ഓരോ സഭയുടെ പാർട്ടാണല്ലോ. അപ്പോൾ സഭയുടെ ശരീരത്തിൽ നീ അംഗമായിരിക്കുന്ന ആ ഭാഗം ഞാൻ നീക്കിക്കളയും.
എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ ഞാൻ നിന്നെ മുറിച്ച് നീക്കും. അങ്ങനെ തന്നെ വ്യക്തമായിട്ടത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സഭയിൽ ജ്വലിച്ച് നിൽക്കണം. യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പോഷണം സ്വീകരിച്ച് നമ്മൾ സഭയിൽ അവൻ്റെ ശരീരത്തിൽ ആക്റ്റീവായിട്ടുള്ള അവയവമായിട്ട് നിന്നില്ലെങ്കിൽ നമ്മെ അവിടുന്ന് മുറിച്ച് മാറ്റിക്കളയും. അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ നീയാകുന്ന സഭയിൽ, ശരീരത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അനേകം മക്കളെ, അവിശ്വാസികളെ അനേകം മക്കളെ നിൻ്റെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ തക്കവിധം ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ.